ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ പെരട്ടാണ്. ആദ്യം നമുക്ക് ക്ലീനാക്കിയ ചിക്കനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, ആവശ്യത്തിന് മുളക് പൊടി, ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് സിമ്പിളാണ് കേട്ടോ. സിമ്പിളായിട്ട് ഞാൻ ലക്കിക്കുട്ടനെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാറുള്ളതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇടാം. ബട്ടറിട്ട് നല്ല ഐസായിട്ട് ഇരിക്കണോണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ആക്കാൻ വയ്ക്കാം. നമുക്കൊരു കുക്കർ ഗ്യാസിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കറിവേപ്പില മാത്രം ഇട്ടാൽ മതി. കറിവേപ്പില, കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ അതിൽ നിന്ന് കുറച്ച് പേസ്റ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ പെരട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ നല്ല മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ബട്ടറും എല്ലാം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിൻ്റെ മൂടി ഇതിൽ വച്ചിട്ടില്ല കേട്ടോ. കുക്കറിൻ്റെ അടപ്പ് വച്ചിട്ടില്ല. നോർമൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ അടച്ചത്. പക്ഷെ നന്നായിട്ട് വെന്തു, നല്ല സൂപ്പറായിട്ട് കിട്ടി. എല്ലാം ഇട്ട് നമ്മൾ അടച്ച് വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് വശക്കി കൊടുക്കുക. നന്നായിട്ട് വരട്ടണം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു പ്ലേറ്റ് വെച്ചാണ് അടച്ച് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒരു സൈഡ് ഏകദേശം ഓക്കെ ആയി. ഇനി നെക്സ്റ്റ് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലക്കിക്കുട്ടൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് റൈസും കൂടെ റെഡിയാക്കി, വെജ് റൈസും കൂടെ റെഡിയാക്കി. ഇനി നമുക്കിതിലേക്ക് വേവാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം, ഓവറായിട്ട് വേണ്ട, കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം വെള്ളമെല്ലാം വറ്റി റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു. പിന്നെ ലക്കിക്കുട്ടനെ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോയി കേട്ടോ. ടാറ്റാ.